നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ദീർഘകാലമായി ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന വാർഡാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ വാർഡ്. ഈ വാർഡ് നിലനിർത്താൻ വേണ്ടിയാണ് LDF ശ്രമിക്കുന്നത്. ദീർഘകാലമായി ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന വാർഡാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ വാർഡ്. ഈ വാർഡ് നിലനിർത്താൻ വേണ്ടിയാണ് LDF ശ്രമിക്കുന്നത്. ഇക്കുറി LDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 തവണയും ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് നഗരസഭയിലെത്തിയ അക്ബർ സിയാസ് ആണ്. 3-ാം തവണയും തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് സജീവമാകുമ്പോൾ സ്ഥാനാർത്ഥി പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിവന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാം തനിക്ക് ഗുണം ചെയ്യുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ വിശ്വാസം. 30 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വാർഡാണ് ഈ നിലവിലുള്ള ഈ 28-ാം വാർഡ്. ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യാൻ ഞാൻ ഉൾപ്പെടെയുള്ള ഇതിന് മുൻകാലങ്ങളിലുള്ള കൗൺസിലർമാരായിട്ടുള്ള ചെയർപേഴ്സൺ വരെ ഈ വാർഡിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ പിന്തുണ 30 വർഷക്കാലം 100 കണക്കിന് വീടുകൾ, അതുപോലെ തന്നെ പാവപ്പെട്ടവർ കൂടുതൽ താമസിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തുള്ള ആളുകൾക്ക് വീട് റിപ്പയറുകൾ, മറ്റേ ജനകീയാസൂത്രണം മുതലേക്ക് ഉണ്ടായ വഴികൾ. കാരണം ഒരു വിപ്ലവമായിരുന്നു ഈ ജനകീയാസൂത്രണ കാലത്ത് 97-ൽ. അന്ന് ആ വഴികൾ, കാരണം നടക്കാൻ പോലും സാധിക്കാത്ത ഇടവഴികളായിരുന്നു ഈ വാർഡിൽ കൂടുതലും ഉണ്ടായിരുന്നത്. അതെല്ലാം കോൺക്രീറ്റ് റോഡുകളാക്കി മാറ്റി. അങ്ങനെയൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, ഈ വാർഡിലുണ്ടായിട്ടുണ്ട്. 2005-ലാണ് അക്ബർ സിയാസ് ആദ്യമായി മത്സരരംഗത്ത് എത്തുന്നത്. 2 തവണയും ഈ വാർഡിലെ കൗൺസിലർ ആയിരുന്നു. പള്ളം ഭാഗത്തെ റോഡിന്റെ വിഷയം ഒരിക്കലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നാണ് അക്ബർ സിയാസ് പറയുന്നത്. ഞാൻ ആദ്യമായി മത്സരിച്ചത് 2005-ലായിരുന്നു. അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളായിട്ടാണ് ഞാൻ മത്സരരംഗത്തേക്ക് ആദ്യമായി കടന്നു വന്നത്. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പ്രവൃത്തി സമയത്ത് പറഞ്ഞാൽ മുൻകാലങ്ങളിലുള്ള ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന PK പ്രദീപ് കുമാർ, അതുപോലെ തന്നെ ശശികുമാർ എന്നിവരുടെ പിന്തുടർച്ചയായിട്ടാണ് ഞാൻ 2005-ൽ ഈ അന്നത്തെ 23-ാം വാർഡായ റെയിൽവേ സ്റ്റേഷൻ വാർഡിൽ മത്സരിച്ച് കൗൺസിലറായി. റെയിൽവേയുടെ ഒരു തടസ്സം അവിടെ ഉണ്ട്. കാരണം റെയിൽവേ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ട് കിടക്കുന്ന ഒരു ഭരണകൂടാണ് ഈ മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ. അതിൽ ഏറ്റവും അടിത്തട്ട് കിടക്കുന്ന മെമ്പർമാരാണ്. ഈ മെമ്പർമാർ ഈ മുനിസിപ്പാലിറ്റിൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല സത്യത്തിൽ ഈ റെയിൽവേ. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അവർക്ക് അതിൻ്റെതായ ഒരു സംവിധാനം, അതിന് പ്രത്യേക ഭരണഘടന വരെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് ബഡ്ജറ്റ് വരെ, അതിന് പ്രത്യേക ബഡ്ജറ്റായിരുന്നു ഒരു കാലത്ത് റെയിൽവേ ബഡ്ജറ്റ് തന്നെ അവതരിപ്പിച്ചിരുന്നത്. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. വാർഡിലെ ജനങ്ങളുടെയും പാർട്ടിയുടെയും നിർബന്ധപ്രകാരമാണ് ഇക്കുറി മത്സരത്തിനിറങ്ങിയത് എന്നും LDF സ്ഥാനാർത്ഥി അക്ബർ സിയാസ് പറഞ്ഞു. ഞാൻ മത്സരരംഗത്ത് ഇന്ന് മാറി നിന്ന ഒരാളാണ്, അത് ആദ്യം പറയാം. പിന്നെ ജനങ്ങളുടെയും പാർട്ടിയുടെയും നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ മത്സരം. കാരണം ജനങ്ങളുടെ ആവശ്യത്തിന് നമ്മളൊരു ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മൾ സഹായിക്കുക. കാരണം അവരുടെ ആവശ്യത്തിന് നമ്മൾ എന്തിനും മുമ്പിലുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ആളുകളെ എന്നോട് മത്സരിക്കാൻ പറയുന്നതും ഞാൻ മത്സരിക്കുന്നതും. ജനങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. കാരണം അവരുടെ വിജയം എന്ന് പറഞ്ഞാണ് എൻ്റെ വിജയം. അതെന്തായാലും അതങ്ങനെ തന്നെയാണ്. ഏത് ആവശ്യത്തിനും ഏത് സമയത്തും അവർ വിളിച്ചാൽ ഏത് വിഷയത്തിനും ഇടപെടാൻ കഴിയുന്ന ഒരാളായിട്ട് തന്നെയാണ് അവരെന്നെ കാണുന്നത്.